ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന നല്ലൊരു മാങ്ങ അച്ചാറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ മാങ്ങ അച്ചാർ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 3 മാങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് അത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഗ്രേറ്റർ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ, ആ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഈ 3 മാങ്ങയും നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാനിപ്പോൾ നന്നായിട്ട് നമ്മുടെ മാങ്ങ എല്ലാം ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ കത്തി വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഗ്രേറ്ററിലാകുമ്പോൾ ആകുമ്പോൾ ഈ ഒരു രീതിയിലെല്ലാം ഒരുപോലെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തയ്യാറാക്കിയെടുക്കണം. നമ്മുടെ അച്ചാർ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കടുകാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2.5 ടീസ്പൂൺ അളവിൽ കടുക് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനിയിപ്പോൾ ഇതുപോലുള്ള കറുത്ത കടുകല്ല നമ്മുടെ കയ്യിലുള്ള തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള കടുകാണ്, മഞ്ഞ കടുകാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം. കടുക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അതുപോലെ ഒരു 2.5 ടീസ്പൂൺ അളവിൽ മുഴുവൻ മല്ലിയും കൂടിയാണ്. അപ്പോൾ അതും ചേർക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ മുഴുവൻ മല്ലി ഇല്ലയെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി തന്നെ ചേർക്കാവുന്നേ ഉള്ളൂ. അത് പക്ഷേ ഈ സമയം വറുത്ത് ചേർക്കാൻ പാടില്ല, പിന്നീട് വേണം ചേർക്കാനായിട്ട്. കൂടെ തന്നെ ഒരല്പം വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒരു 8-9 വറ്റൽമുളക് ഉണ്ടാവും, അതും കൂടി ചേർക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉലുവയും കൂടിയാണ്. അപ്പോൾ ഉലുവ ഒരുപാട് അധികം ആവണ്ടെങ്കിൽ പിന്നെ ചെറിയൊരു കയ്പ്പ് രസം ഉണ്ടാവും. അതിൻ്റെ പേരിൽ ഈ ഒരളവിൽ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത്രയും ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിന് ഇടയ്ക്ക്, ഒരുപാട് ഫ്ലെയിം വെക്കരുതെങ്കിൽ പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നാലും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒരു 1.5 മിനിറ്റ് അത്രയും സമയം തന്നെ മതിയാവും. അതുവരെ നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിലൊന്ന് വറുത്തെടുക്കണം. കാരണം നമുക്ക് ഒരുപാട് നാളിത് കേടാകാതെ സൂക്ഷിക്കേണ്ട ഒരു അച്ചാറാണ്. അതിൻ്റെ പേരിലാണ് ഇതിലേക്ക് ചേർക്കുന്ന എല്ലാം ഒന്ന് വറുത്ത് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഈ കടായിയെക്കുറിച്ച് ഒരുപാട് പേര് കമൻസ് ചോദിക്കുന്നതാണ്. ഇത് കാസ്റ്റ് അയൺ കടായിയാണ്. അപ്പോൾ ഇത് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ റിവ്യൂ, ഇതെങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്നൊക്കെയുള്ള റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷമീസ് ടിപ്സ് ആൻഡ് റിവ്യൂസ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നേ ഉള്ളൂ. ഏകദേശം 1 മിനിറ്റ് നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ കടുമുടാന്നിങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കാം. നമ്മുടെ കടുകും അതുപോലെ തന്നെ ഈ മുളകും ഒക്കെ ഒന്ന് പൊട്ടുന്ന സൗണ്ടാണ് ഈ കേൾക്കുന്നത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് പൊട്ടിത്തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. എന്നാൽ ശരി, ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയാണ്. ഇനി നമുക്ക് വേണ്ടത് അതേ സെയിം കടായി തന്നെ ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ അച്ചാർ തയ്യാറാക്കുമ്പോഴത്തേക്കും സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്നത് നല്ലെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ നല്ലെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പകരം വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതിൽ തന്നെ തയ്യാറാക്കണം. അച്ചാർ തയ്യാറാക്കുമ്പോഴത്തേക്കും എപ്പോഴും കുറച്ച് അധികം എണ്ണ നമുക്ക് അത്യാവശ്യമായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഒരുപാട് നാളത് കേടാകാതെ ഇരിക്കുകയും അതുപോലെ തന്നെ സ്പെഷ്യൽ ടേസ്റ്റൊക്കെ കൊടുക്കുള്ളൂ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10-12 ചെറിയ വെളുത്തുള്ളി അല്ലിയാണെന്നുണ്ടെങ്കിൽ 10-12 വെളുത്തുള്ളി അല്ലി എടുക്കണം. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 6 വെളുത്തുള്ളി അല്ലി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് നരിഞ്ഞെടുക്കണം. അപ്പോൾ അത് നമുക്ക് ചേർക്കാം. വെളുത്തുള്ളി അല്ലിക്കൊപ്പം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അത്യാവശ്യം വലിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടിയാണ്. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരല്പം പച്ചമുളകും കൂടി. ഒരു 2 പച്ചമുളക് എടുത്തിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചേർക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു കളറൊന്ന് മാറി കിട്ടുന്നവരെ മാത്രം നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം.
ഈ ഒരു രീതിയിൽ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. അപ്പോൾ അത് ചേർക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്തതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. കാരണം നമ്മൾ നേരത്തെ നന്നായിട്ട് ഇതെല്ലാം വഴറ്റി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടിയാണ്. അപ്പോൾ അതും ചേർക്കാം. കറിവേപ്പിലയൊക്കെ നമ്മൾ ഫസ്റ്റിലേ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി കരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് ഈ സമയം ചേർത്ത് കൊടുക്കുന്നത്. ഈ എണ്ണയുടെ ചൂട് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ കറിവേപ്പിലെല്ലാം ഒന്ന് വറുത്ത് കിട്ടിക്കോളും. കൂടെ തന്നെ ഈ സമയം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ അച്ചാറിന് മെയിനായിട്ടുള്ള കായപ്പൊടിയും കൂടിയാണ്. നമ്മൾ സാധാരണ സാമ്പാർ കായ ഉണ്ടല്ലോ, അത് തന്നെയാണ്. അപ്പോൾ അതും ഈ സമയം തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. മുമ്പേ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതെല്ലാം കൂടി കരിഞ്ഞിട്ട് പോകും. അതിൻ്റെ പേരിലാണ് ഈ ഒരു സമയം ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ കൂടി ചേർക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ അച്ചാറിനും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇതിലേക്ക് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കണം. മാങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മളിത് ഒരുപാട് സമയത്ത് വഴറ്റേണ്ടതൊന്നും ആവശ്യമില്ല. ചെറിയ രീതിയിൽ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. കാരണം നമ്മുടെ കടായിക്ക് നല്ല ചൂടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എണ്ണയൊക്കെ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു ചൂടിലിരുന്നിട്ട് തന്നെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഒരുപാട് സമയം നമ്മളിട്ട് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ മാങ്ങയെല്ലാം കുഴഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ വിനാഗിരിയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ വിനാഗിരി ഇതിലേക്ക് ചേർക്കുമ്പോഴത്തേക്കും ഒരുപാട് നാൾ നമ്മുടെ അച്ചാർ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നല്ലൊരു പുളിയും കൊടുക്കും. അപ്പോൾ അത്യാവശ്യം ഒരു 1/4 കപ്പ് അളവിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ ഒരു അളവിന് കുറച്ച് ശർക്കരയും കൂടിയാണ്. ഈ ശർക്കര നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം. ആ ശർക്കര ചേർക്കുമ്പോഴത്തേക്കും ഈ പുളിയും എരിവും ഒക്കെ നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്യും. അതുപോലെ തന്നെ ചെറിയൊരു ലൈറ്റായിട്ടുള്ളൊരു സ്വീറ്റ്നസ് കൂടി ഉണ്ടാവും. എന്നാലും നമ്മൾ ചേർക്കുന്ന അളവ് കണ്ടല്ലോ, അപ്പോൾ അത്ര വലിയ സ്വീറ്റ്നസ് ആയിരിക്കില്ല. എന്നാലും എവിടെ നിന്നൊക്കെ ഒരു ചെറിയ ലൈറ്റായിട്ടുള്ള മധുരം കൂടി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് സ്കിപ്പ് ചെയ്യാതെ ശർക്കര ഒന്ന് ചേർത്തേക്കണം. അതുപോലെ തന്നെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർക്കാൻ പറ്റില്ല. എങ്കിൽ പിന്നെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ഇനി നമ്മൾ വീണ്ടും ഫ്ലെയിം വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി വീണ്ടും കൊഴിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തണുത്തിട്ട് നമുക്കിതൊരു എയർടൈറ്റ് ബോട്ടിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഒരു ഭരണിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് ബോട്ടിലോ വേണം നമ്മൾ എപ്പോഴും അച്ചാർ സൂക്ഷിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് വേണമെങ്കിൽ പുറത്ത് വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. എങ്ങനെ വേണം സൂക്ഷിച്ചാലും കുഴപ്പമൊന്നുമില്ല. 2 ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ അച്ചാറായിരിക്കും എന്ന്. ഉറപ്പായിട്ടും ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കിത് വെച്ച് സൈഡായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.